പൂർണ്ണ വിശ്വാസം. UDF-ന്റെ വിലയിരുത്തൽ ഇതാണ്. ശ്രീ ഷാജിമോൻ, കഴിഞ്ഞ തവണ ഏതാണ്ട് 1,30,000-ന് വോട്ട് അല്ലേ, 1,28,000-ൽ പരം വോട്ട് BJP-ക്ക് ഈ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു. അതെ, അത്രയും മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ? എന്താണ് NDA ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട്? NDAയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യം ഭരിക്കുകയാണ്. ഈ രാജ്യത്ത് വികസനത്തിൻ്റേതായിട്ടുള്ള ഒരു പുതിയ പാത വെട്ടിത്തുറന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഇന്ന് രാജ്യത്ത് എല്ലാ മേഖലയിലും വികസനം എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, 57 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കട്ടുമുടിച്ചു എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഒരു കുടുംബത്തിലേക്ക്, നെഹ്റുവിൻ്റെ ആ കുടുംബത്തിലേക്ക് മാറി എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ രാജ്യത്താകമാനം അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിന് മുൻപുണ്ടായിരുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പര്യായമായിരുന്നു. കോൺഗ്രസ് നടത്തുന്ന അഴിമതികൾ ഈ രാജ്യത്തെ ലോകത്തിന് മുൻപിൽ നാണം കെടുത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്ത് സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ സാധിച്ചു. എല്ലാ മേഖലയിലും പുരോഗതി എത്തിക്കാൻ സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം പിച്ചപാത്രവുമായി ലോക രാഷ്ട്രങ്ങളുടെ മുൻപിൽ കാവൽ നിന്നിരുന്ന രാഷ്ട്രമായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിക്കൊണ്ട് ഇന്ന് ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ മുദ്രാവാക്യം തന്നെ ജസ്റ്റിസ് ടു ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ 10 വർഷക്കാലം 1 രൂപയുടെ അഴിമതി ആരോപണം പോലും ഒരു മന്ത്രിയുടെയോ ഉദ്യോഗസ്ഥൻ്റെയോ പേരിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഉയർന്നിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇന്ന് ലോക രാജ്യങ്ങൾ ഭാരതത്തിനെ വിശ്വഗുരുവായിട്ട് കാണുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരനും CPM-കാരനും അവർ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ പോവാന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 സീറ്റ് തയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഈ കേരളത്തിലെ ഈ രാജ്യത്തെ നമുക്കറിയാൻ സാധിക്കും, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിച്ചത് CPM. ഇന്ന് ആ ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടപ്പെടാൻ പോവുക, ചിഹ്നം നഷ്ടപ്പെടാൻ പോവുക. ആ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് CPM. ഇപ്പം ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കോൺഗ്രസ് സമ്മതിക്കുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന്. CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? CPM പറയട്ടെ. അത് മാത്രമല്ല, ഈ കേരളത്തില് CPM-ഉം കോൺഗ്രസും ചേർന്ന് ഗുസ്തിയ. ഈ കേരളത്തിന് അതിർത്തി കടന്നാൽ CPM-ഉം കോൺഗ്രസും ദോസ്തിയ. ജനങ്ങളെ കബളിപ്പിക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ നാടിൻ്റെ സമഗ്രമായ വികസനം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനങ്ങൾ 100% നടപ്പിലാക്കിയ ആ പ്രോഗ്രസ് കാർഡുമായി കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് NDA നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് 3ാമത് തവണയും അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ചാലക്കുടിയിലെ ജനങ്ങൾ, നമുക്കറിയാം, ഇവിടെ വലിയ കണക്ക് സൂചിപ്പിച്ചു UDF-ന്റെ പ്രതിനിധി. 4.5 കൊല്ലക്കാലം MP-യെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. MP എവിടെയായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ 4 മാസമായിട്ട് MP സജീവമാണ്. അല്ല, ലോക്സഭയിൽ ഹാജരുണ്ട് അദ്ദേഹത്തിന്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വികസന പ്രവർത്തനം, MP ഫണ്ട്. ആ MP ഫണ്ട് ഈ രാജ്യത്തെ എല്ലാ MP-മാർക്ക് കൊടുക്കും. അത് ചെലവഴിക്കാൻ പ്രത്യേകിച്ച് വേറെ സംവിധാനം വേണ്ട. ആ ജില്ലാ കളക്ടറെ ഒരു ഉദ്യോഗസ്ഥൻ, നിർവഹണ സമിതി ഉദ്യോഗസ്ഥനായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതല്ലാതെ ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വേണ്ടി എന്തു കൊണ്ടുവന്നു എന്ന് പറയാൻ തയ്യാറാവണം. നമുക്കറിയാൻ സാധിക്കും, നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അകമഴിഞ്ഞുള്ള സഹായമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആലുവയിലെ അത്യാധുനിക മാർക്കറ്റ് 30 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രി മുൻ ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക ഫെസിലിറ്റിയുള്ള താലൂക്ക് ആശുപത്രി.
ഇവിടെ കേരളത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും, കേരളത്തിലെ MP ഫണ്ടിന് പുറത്താണോ? MP ഫണ്ടിന് പുറത്താണോ ആ പൈസ? തീർച്ചയായിട്ടും MP ഫണ്ടിന് പുറത്ത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന JP നദ്ദയുടെ കാലഘട്ടത്തിലാണ് ചാലക്കുടി സർക്കാർ ആശുപത്രി, ESI ആശുപത്രി, റെയിൽവേ സ്റ്റേഷനുകൾ നമുക്കറിയാൻ സാധിക്കും. ചാലക്കുടി ആയിക്കോട്ടെ, അങ്കമാലി ആയിക്കോട്ടെ, ആലുവ ആയിക്കോട്ടെ, ആ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അതിനൂതനമായിട്ടുള്ള വികസനം. ആ വികസനമാണ് ഇന്ന് ഈ രാജ്യത്തും അതുപോലെ തന്നെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയാ, ഈ പുരോഗതിക്ക് വേണ്ടിയാ. ഇവിടെ കരുത്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ നരേന്ദ്രമോദി. നമുക്ക് നിങ്ങളിലേക്കൊക്കെ ഒരിക്കൽ വരാം, വീണ്ടും വരാം. നമുക്ക് വോട്ടേഴ്സിന് സംസാരിക്കാനുണ്ട്, ചോദ്യങ്ങളാവാം.